ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഏതൊക്കെ ലാബാണ് പഠിക്കേണ്ടതെന്ന് ഔദ്യോഗികമായി തീരുമാനിച്ചു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ +1 സിലബസിനെ ബേസ് ചെയ്ത് മിനിമം 5 ലാബും +2 സിലബസിനെ ബേസ് ചെയ്ത് മിനിമം 5 ലാബും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എക്സാമിനേഷന് 6 ലാബിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ ഏതെങ്കിലും 4 ലാബിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. സോ തീർച്ചയായും ഏറ്റവും മികച്ച രീതിയിൽ 4 ലാബുകൾ നിങ്ങൾ പഠിച്ച് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഓൾറെഡി ലാബ് 0, ലാബ് 1, ലാബ് 2, ലാബ് 4, ലാബ് 18, ലാബ് 31 എന്നിവ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലാബ് 31 എന്നുള്ളത് ഇപ്പോൾ നിലവിൽ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അത് ലാബ് 32 എന്നാക്കിയിട്ടുണ്ട്. ഇത്രയും ലാബുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ ലാബുകളുടെ എല്ലാം ഡിസ്കഷൻ ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാബാണ്. ലാബ് 34 വെക്ടേഴ്സ്. വെക്ടർ എന്ന ചാപ്റ്റർ നിങ്ങൾ +2 പഠിക്കുന്നുണ്ട്. അതിന്റെ രണ്ടാമത്തെ എക്സസൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ആക്ടിവിറ്റീസ് ആണ് നമുക്ക് വെക്ടർ എന്ന ഈ ലാബിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 34 വെക്ടേഴ്സ്. ഈ ലാബിന്റെ എയിം എന്ന് പറയുന്നത് ടു എക്സ്പ്ലോർ ദ കോൺസെപ്റ്റ് ഓഫ് വെക്ടേഴ്സ് ആൻഡ് വെക്ടർ ഓപ്പറേഷൻസ്. Next one, to explore the concepts of direction angles and direction cosines. Next one, to resolve a vector in given directions. Concepts എന്ന് പറയുന്നത് vectors and vector operations, direction angles and direction cosines of a vector, components of a vector. ഈ ലാബിൽ 3 ആക്ടിവിറ്റീസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ്. ഈ ജിയോജിബ്ര വിൻഡോ എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പരിചയപ്പെടുത്തുന്നു. നമ്മൾ ലാപ്ടോപ്പ് ഓൺ ചെയ്യുന്നു, ഓപ്പൺ ചെയ്ത് ആപ്ലിക്കേഷൻസ് വിൻഡോ ക്ലിക്ക് ചെയ്യുന്നു, ദെൻ ഇതിൽ എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യുന്നു, ദെൻ എഡ്യൂക്കേഷനിൽ ജിയോജിബ്ര ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത് കാണുവാൻ സാധിക്കും. അപ്പൊ ഇതാണ് ജിയോജിബ്ര വിൻഡോ. നമുക്ക് ഇവിടെ വെക്ടർ എന്ന ലാബ് ചെയ്യുവാൻ വേണ്ടി 3D ഗ്രാഫിക്സ് ആണ് വേണ്ടത്. അതിനുവേണ്ടി വ്യൂ എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. വ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് 3D ഗ്രാഫിക്സ്. ഇത് പേടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഈ 3D ഗ്രാഫിക്സിലാണ് നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് വലുതാക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഇതിനെ ഒന്ന് സെലക്ട് ചെയ്ത് ഒന്ന് വലുതാക്കുക. ഓക്കെ, സോ 3D ഗ്രാഫിക്സ് നമുക്ക് കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ സാധാരണ ലാബ് ചെയ്യുന്ന ഗ്രാഫിക്സും കാണാൻ സാധിക്കും. ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ആക്സിസ് X ആക്സിസും ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് Y ആക്സിസും ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് Z ആക്സിസുമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ +1 ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആക്ടിവിറ്റി 34.1 കൺസ്ട്രക്ഷൻ ഓഫ് വെക്ടേഴ്സ്. ഒരു വെക്ടർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് ദ വെക്ടർ 3i + j + 2k. ഈ വെക്ടറിന്റെ സ്കേലാർ കമ്പോണൻസ് എന്ന് പറയുന്നത് 3, 1, 2. അപ്പൊ നമുക്ക് ഈ വെക്ടർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഇൻപുട്ട് ബാറിൽ ആദ്യം വെക്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇൻപുട്ട് ബാറിൽ വെക്ടർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ വരും. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ പോയിന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മുടെ പോയിന്റ് എന്തായിരുന്നു? സ്കേലാർ കമ്പോണൻസ് 3, 1, 2. അത് ബ്രാക്കറ്റിനകത്ത് വേണം നിങ്ങൾ കൊടുക്കാൻ. അപ്പൊ ഒരിക്കൽ കൂടെ ബ്രാക്കറ്റ് കൊടുത്തിട്ട് 3, 1, 2 എന്നിട്ട് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യു എന്ന ആ വെക്ടർ കാണാൻ സാധിക്കും. 3i + j + 2k. അത് 3D ഗ്രാഫിക്സിൽ ഇവിടെ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നു അല്ലെ, ആരോ ഉണ്ടല്ലോ. സോ ഇതാണ് യു എന്ന് പറയുന്ന വെക്ടർ.
അപ്പോൾ ജസ്റ്റ് ഒരു വെക്റ്റർ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ സ്കേലാർ കോമ്പണന്റ് മനസ്സിലാക്കുക, ഇവിടെ വെക്റ്റർ എന്ന് ഇൻപുട്ട് ബാറിൽ കൊടുക്കുക, ദെൻ ആ പോയിന്റ് ടൈപ്പ് ചെയ്യുക 3,1,2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. കൺസ്ട്രക്ട് ദ വെക്റ്റർ 3i plus j plus 2k starting from the point 2, -2, 3. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത വെക്റ്റർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ ഈ ഇനിഷ്യൽ പോയിന്റ് 2, -2, 3 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വെക്റ്റർ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ഈ പോയിന്റ് ഇൻപുട്ട് ചെയ്യണം. സോ ഇവിടെ ആ പോയിന്റ് ജസ്റ്റ് ഇൻപുട്ട് ചെയ്യുക, ബ്രാക്കറ്റ് കൊടുക്കുക, ദെൻ 2, -2, 3. ദെൻ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾജിബ്രായിക് വ്യൂവിലും കാണാൻ സാധിക്കും, ആ 3D ഗ്രാഫിക്സിൽ എ എന്ന പോയിന്റ് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഫോം ചെയ്യേണ്ടത് ഈ എ എന്ന പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വെക്റ്റർ 3i plus j plus 2k. അതിനുവേണ്ടി നമ്മുടെ ലൈൻ ടൂൾ സെലക്ട് ചെയ്യുക. ആ ലൈൻ ടൂളിൽ ലാസ്റ്റ് വൺ വെക്റ്റർ ഫ്രം പോയിന്റ് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ഈ വെക്റ്ററിലും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ ഒരു വെക്റ്റർ കാണുവാൻ സാധിക്കും, എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള ഇനിഷ്യൽ പോയിന്റ് ആയിട്ടുള്ള വെക്റ്റർ. ഇതാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, ആദ്യം ഈ പോയിന്റ് ഇൻപുട്ട് ചെയ്യുക, ദെൻ ലൈൻ ടൂളിൽ വെക്റ്റർ ഫ്രം പോയിന്റ് അത് സെലക്ട് ചെയ്യുക, പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, വെക്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ വെക്റ്റർ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. കൺസ്ട്രക്ട് ദ വെക്റ്റർ joining the points 1, -2, 4 and 3, 2, -2. അപ്പൊ അതിനു വേണ്ടി ഓൾറെഡി നമ്മൾ ചെയ്ത ഈ സംഗതികൾ ഇനി നമുക്ക് ആവശ്യമില്ലാത്ത വേണ്ടി ഒന്നുകിൽ ഹൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3ൽ 2 പോയിന്റ് തന്നാൽ എങ്ങനെ വെക്റ്റർ കൺസ്ട്രക്ട് ചെയ്യാം, ഇതിന്റെയൊക്കെ തിയറി നിങ്ങൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജിയോജിബ്രയുടെ സഹായത്തോടു കൂടി എങ്ങനെ 2 പോയിന്റ് തന്നാൽ വെക്റ്റർ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാം. അതിനുവേണ്ടി വീണ്ടും വെക്റ്റർ എന്നിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ വരും. ഇവിടെ 2 പോയിന്റ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് പോയിന്റ് 1, -2, 4 അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ? ബ്രാക്കറ്റിനകത്താണ് കൊടുക്കേണ്ടത്. ബ്രാക്കറ്റ് കൊടുത്തു, ആ പോയിന്റ് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. 1, -2, 4 1, -2, 4. ദെൻ ടാബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത സെലക്ട് ആയി വീണ്ടും ഷിഫ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക. ബ്രാക്കറ്റ് കൊടുത്തിട്ട് നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? 3, -2, -2 3, -2, -2. ഓക്കെ, ഒരു ബ്രാക്കറ്റിന്റെ കുറവ് ഉണ്ടെന്ന് ഇവിടെ കാണുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു ബ്രാക്കറ്റ് കൂടെ കൊടുക്കുക. നെക്സ്റ്റ് എൻ്റർ കൊടുത്താൽ നിങ്ങൾക്ക് ആ പുതിയ വെക്റ്റർ യു കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് 2i plus 4j minus 6k. നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്തത് ഏതാണ്? കൺസ്ട്രക്ട് ദ വെക്റ്റർ ജോയിനിങ് ദീസ് 2 പോയിന്റ്സ് അല്ലേ? കറക്റ്റ് അല്ലേ? നിങ്ങൾക്കറിയാം ഇത് ജസ്റ്റ് 3i - i അപ്പൊ എന്ത് കിട്ടും? 2i. അടുത്ത് +4j, നെക്സ്റ്റ് -2 -4 -6k. തിയറി അറിയാലോ, വെക്റ്റർ എ ബി കാണുന്ന ഫോർമുല OB - OA. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക, IJK കൊടുക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ തിയറി കൂടെ പഠിച്ചത് വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് സ്വയം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. അപ്പൊ നമുക്കിപ്പോ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞ വെക്റ്റർ ആണ് യു. ദാറ്റ് ഈസ് എന്താണ്? 2i + 4j - 6k. അതിവിടെ കാണുവാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. കൺസ്ട്രക്ട് 3 mutually perpendicular vectors with the same initial point 2, 2. ഇനിഷ്യൽ പോയിന്റ് 2, 2, ആയിട്ടുള്ള 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ആ പോയിന്റ് ഇൻപുട്ട് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ബ്രാക്കറ്റ് കൊടുക്കുക, ഷിഫ്റ്റ് കൊടുത്ത് ബ്രാക്കറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. 2, 2, അതാണ് ആദ്യത്തെ ഇനിഷ്യൽ പോയിന്റ് ആയിട്ട് തന്നിട്ടുള്ളത്. എൻ്റർ കൊടുക്കുമ്പോൾ എ എന്ന പോയിന്റ് കാണുവാൻ സാധിച്ചു. അടുത്ത 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന്റെ ഇനിഷ്യൽ പോയിന്റ് എ ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ എക്സ് ആക്സിസിൽ ലൈ ചെയ്യുന്ന ഒരു വെക്റ്റർ കണ്ടെത്തുക. അതിനുവേണ്ടി ഇഷ്ടമുള്ള ഒരു പോയിന്റ് ഇവിടെ കൊടുക്കാം. വെക്റ്റർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ പോയിന്റ് ഓപ്ഷൻ വരുമല്ലോ, അത് സെലക്ട് ചെയ്യുക. എക്സ് ആക്സിസിൽ ലൈ ചെയ്യുന്ന ഒരു വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ y കോർഡിനേറ്റും z കോർഡിനേറ്റും 0 ആയിരിക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നു? 3, 0, അല്ലെങ്കിൽ 2, 0, അല്ലെങ്കിൽ 1, 0, എന്തുകൊണ്ട് കൊടുക്കാം? ഞാൻ ഇവിടെ 3, 0, എന്ന് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് എന്ത് കൊടുക്കണം? വീണ്ടും ഒരു ബ്രാക്കറ്റ് കൊടുക്കണം വെക്റ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ.
എന്താണ് പോയിന്റ് 3,0,0. ദെൻ എന്റർ ചെയ്യുമ്പോൾ എനിക്ക് ഇതാ വെക്ടർ കിട്ടി. കണ്ടോ, എക്സ് ആക്സിസിൽ ലൈ ചെയ്യുന്ന ഒരു വെക്ടർ. സിമിലർലി വൈ ആക്സിസിൽ ലൈ ചെയ്യുന്ന ഒരു മറ്റൊരു വെക്ടർ. അത് എനിക്ക് എന്ത് കൊടുക്കാം? അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതിന്റെ എക്സ് കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും 0 ആയിരിക്കണം. സോ വീണ്ടും വെക്ടർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ പോയിന്റ് ഓപ്ഷൻ വരും. വൈ ആക്സിസിൽ ലൈ ചെയ്യുന്ന വെക്ടർ 0, ഡിസ്റ്റൻസ് 2 എന്നിരിക്കട്ടെ. 2,0. ഇഷ്ടമുള്ള പോയിന്റ് കൊടുക്കാം. ഞാൻ ഇവിടെ ഇത് കൊടുത്തു. ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, നമ്മൾ എന്റർ ചെയ്താൽ കിട്ടില്ല. കാരണം എന്താണ്? അവിടെ ഒരു ബ്രാക്കറ്റിന്റെ കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ സൂചിപ്പിച്ചത്. ബ്രാക്കറ്റ് കൊടുക്കുക, എഗെയിൻ സ്റ്റാർട്ടിങ്ങിലും കൊടുക്കുക. ഓക്കെ, എന്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ വെക്ടർ വി എന്ന വെക്ടർ കണ്ടോ, 0i + 2j + 0. ഓക്കെ, അത് y ആക്സിൽ ലൈ ചെയ്യുന്നു. സിമിലർലി z ആക്സിസിൽ ലൈ ചെയ്യുന്ന മറ്റൊരു വെക്ടർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. വെക്ടർ എന്ന് ടൈപ്പ് ചെയ്യുന്നു, പോയിന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇവിടെ എന്തായിരിക്കണം? എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റും 0 ആയിരിക്കണം. 0,0, z കോർഡിനേറ്റ് എന്തുമാകാം. ഞാൻ അത് 4 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ മനോഹരമായ ഒരു വെക്ടർ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എ എന്ന പോയിന്റ് ഇനിഷ്യൽ പോയിന്റ് ആയിട്ടുള്ള 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണ് ഫോം ചെയ്യേണ്ടത്. ഇപ്പൊ ഇത് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയ വെക്ടർ ആണ്. പക്ഷേ ഒറിജിൻ എന്താണ്? 0 ആണ്. നമുക്ക് ഇനിഷ്യൽ പോയിന്റ്, ഇവിടെ ഇനിഷ്യൽ പോയിന്റ് ഒറിജിൻ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ഇനിഷ്യൽ പോയിന്റ് എ ആക്കണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച ലൈൻ ടൂൾ സെലക്ട് ചെയ്യുക, വെക്ടർ ഫ്രം പോയിന്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എ എന്ന പോയിന്റ് ആദ്യം ക്ലിക്ക് ചെയ്യുക. ദെൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത വെക്ടറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും എ എന്ന പോയിന്റ് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത് കൺസ്ട്രക്ട് ചെയ്ത y ആക്സിസിൽ ലൈ ചെയ്യുന്ന വെക്ടറിൽ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് വീണ്ടും എ എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ z ആക്സിസിൽ കൺസ്ട്രക്ട് ചെയ്ത വെക്ടറിൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് എ ഇനിഷ്യൽ പോയിന്റ് ആയിട്ടുള്ള 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് a', a1', a2' കിട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. കൺസ്ട്രക്ട് ദ പാരലലോഗ്രാം whose adjacent sides are represented by the vectors vector a equal to 2i plus 2j plus 3k and vector b equal to I minus 4j minus 3k. അപ്പോൾ നമുക്ക് അഡ്ജസന്റ് സൈഡ്സ് ഈ രണ്ട് വെക്ടറുമായി വരുന്ന ഒരു പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ആദ്യം ഈ സ്കേലാർ ഈ ആദ്യത്തെ വെക്ടറിന്റെ സ്കേലാർ കമ്പോണൻസ് ഏതൊക്കെയാണ്? 2, 2, 3. അപ്പൊ അത് ഇൻപുട്ട് ചെയ്യാം. ആ പോയിന്റ് ഇൻപുട്ട് ചെയ്യണം. ബ്രാക്കറ്റ് കൊടുക്കുക. 2, 2, 3. 2, 2, 3. ദെൻ എന്റർ. അപ്പൊ എ എന്ന പോയിന്റ് കിട്ടി. ഇതുപോലെ അടുത്ത വെക്ടർ എന്തായിരുന്നു? നെക്സ്റ്റ് വെക്ടർ b equal to I minus 4j minus 3k. സ്കേലാർ കമ്പോണൻസ് ഏതൊക്കെയാണ്? 1, minus 4, minus 3. 1, minus 4, minus 3. ജസ്റ്റ് പോയിന്റ് ടൈപ്പ് ചെയ്യുക. 1, minus 4, minus 3. ദെൻ എന്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ബി ഇവിടെ കാണുവാൻ സാധിക്കും. ഓക്കെ, ബി എന്ന പോയിന്റ് ഇവിടെ കാണാം. നമുക്ക് ആദ്യം ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെക്ടർ ആണ് ഫോം ചെയ്യേണ്ടത്. നമുക്ക് പോയിന്റ് അറിയാം അല്ലെ? അപ്പൊ വീണ്ടും നമ്മുടെ ഈ ലൈൻ ടൂൾസ് എടുത്തിട്ട് വെക്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പല രീതിയിൽ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ ഇൻപുട്ട് ബാറിൽ കമാൻഡ് കൊടുത്ത് ചെയ്യാം. ഞാൻ ആദ്യം തന്നിട്ടുള്ള വെക്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യം വെക്ടർ എന്ന ടൂൾ എടുത്തിട്ട് ഒറിജിനിൽ നിന്ന് ആ എ എന്ന പോയിന്റിലേക്കുള്ള അല്ലെ, അപ്പോൾ ഒറിജിൻ ക്ലിക്ക് ചെയ്യുക, എ എന്ന പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെക്ടർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് ആദ്യം പറഞ്ഞ വെക്ടർ എ 2i plus 2j plus 3k എന്ന വെക്ടർ കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വെക്ടർ കിട്ടാൻ എളുപ്പ വഴി എന്താണ്? വീണ്ടും ആ ടൂൾ ലൈവ് ആണല്ലോ. അപ്പൊ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ എന്താണ്? ബി എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ വെക്ടറും കിട്ടി. അതായത് രണ്ടാമത്തെ വെക്ടർ എന്തായിരുന്നു? I minus 4j minus 3k. ഇങ്ങനെ ചെയ്യാം. അല്ല എങ്കിൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വെക്ടർ എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റിനകത്ത് ഈ പോയിന്റ് കൊടുത്താൽ നമുക്ക് ഈ വെക്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആദ്യം രണ്ട് പോയിന്റ് എയും ബിയും ഇൻപുട്ട് ചെയ്തു. ദെൻ എന്താണ് ചെയ്തത്? ആ ലൈൻ ടൂളിൽ വെക്ടർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഒറിജിനൽ ക്ലിക്ക് ചെയ്തു, ആ പോയിന്റ് ക്ലിക്ക് ചെയ്തു. അപ്പൊ ആദ്യത്തെ വെക്ടർ കിട്ടി. ഒറിജിനൽ ക്ലിക്ക് ചെയ്തു, രണ്ടാമത്തെ പോയിന്റിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അടുത്ത വെക്ടറും കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി പാരലലോഗ്രാം ഫോം ചെയ്യാൻ വേണ്ടി അടുത്ത് ചെയ്യേണ്ടത് വീണ്ടും എല്ലാം ഈ ഒരു ടൂൾ വെച്ചുള്ള കളിയാണ്. ലൈൻ ടൂളിൽ വെക്ടർ ഫ്രം പോയിന്റ് സെലക്ട് ചെയ്യുക.
വെക്റ്റർ ഫ്രം പോയിന്റ്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ രണ്ടാമത്തെ വെക്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ വെക്റ്ററിൽ നെക്സ്റ്റ് ബി എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ വെക്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. കിട്ടി കൺസ്ട്രക്ഷൻ ഓഫ് പാരലോഗ്രാം എന്ന പ്രോബ്ലത്തിന്റെ ആൻസർ അല്ലെ. ഇവിടെ ഒരു പാരലോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ലേ? വളരെ സിമ്പിൾ ആണ്. എന്താണ് അതിന്റെ പ്രൊസീജിയർ? ഈ ടൂളിൽ വെക്റ്റർ ഫ്രം പോയിന്റ് സെലക്ട് ചെയ്യുക. ദെൻ ആദ്യം എ എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഈ വെക്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബി എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ വെക്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? പാരലോഗ്രാം കിട്ടിക്കഴിഞ്ഞു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ക്രിയേറ്റ് എ സ്ലൈഡർ എ and a vector u. Construct the vector au. Observe the vector by changing the value of a. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ഒരു വെക്റ്റർ ക്രിയേറ്റ് ചെയ്യണം. വെക്റ്റർ യു. അത് ആർബിട്രറി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ i + 2j + 3k എന്ന വെക്റ്ററാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ഇൻപുട്ട് ബാറിൽ എന്ത് കൊടുക്കണം? വെക്റ്റർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ആർബിട്രറി ആയിട്ട് ഒരു വെക്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. അത് എന്തും ആകാം. ഞാൻ എക്സാമ്പിൾ ആയിട്ട് i + 2j + 3k. അപ്പൊ ബ്രാക്കറ്റ് കൊടുക്കണം. അത് മറന്നു പോകരുത്. 1, 2, 3 അതല്ലേ അതിലെ സ്കെയിലർ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓർമ്മിക്കാൻ എളുപ്പത്തിന് ഞാൻ വെക്റ്റർ എടുത്തു എന്ന് മാത്രം. ഓക്കെ, എന്റർ കൊടുത്തു. എനിക്ക് u എന്ന വെക്റ്റർ കിട്ടി. i + 2j + 3k. ദെൻ നമ്മുടെ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ മൂവ് ബട്ടൺ പ്രസ് ചെയ്ത് നമ്മുടെ എല്ലാ ഓപ്ഷൻ ലൈവായി കിടക്കുന്നത് ക്ലോസ് ചെയ്തിട്ട് ഈ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ലൈഡർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അടുത്തൊരു സ്ലൈഡറിലെ ക്രിയേറ്റ് ചെയ്യണ്ടേ? അറിയാം. സ്ലൈഡർ എടുക്കുക. സ്ലൈഡർ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് വിൻഡോയിൽ ഈ ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഈ 2D ഗ്രാഫിക്സിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ഇൻക്രിമെന്റ് 0.01 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 1 എന്ന് കൊടുക്കാം. ഞാൻ 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഉടൻ തന്നെ നമ്മുടെ മൂവ് ബട്ടൺ പ്രസ് ചെയ്ത് ലൈവായി കിടക്കുന്നത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എ എന്ന് പറയുന്ന സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? au. അതിനുവേണ്ടി നിങ്ങൾ ഇൻപുട്ട് ബാറിൽ സ്മോൾ ലെറ്റർ എ ടൈപ്പ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റാർ. നിങ്ങളുടെ ലാപ്ടോപ്പ് നോക്കി ആ സ്റ്റാർ ടൈപ്പ് ചെയ്യുക. au, a into u. അത് കിട്ടാൻ വേണ്ടി ടൈപ്പ് ചെയ്യേണ്ടത് എന്താണ്? ഇൻപുട്ട് ബാറിൽ a*u എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് v എന്ന് പറയുന്ന മറ്റൊരു വെക്റ്റർ കിട്ടും. u എന്തായിരുന്നു? 1i + 2j + 3k. v എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടി? 1i + 2j + 3k. എന്നാൽ ഞാൻ ഈ സ്ലൈഡർ ചേഞ്ച് ചെയ്ത് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് സ്ലൈഡർ റൈറ്റ് ആരോക്കി 2ആയി. അപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടിയത് ആക്ച്വലി എന്താണ്? ഞാൻ v എന്ന് പറയുന്ന വെക്റ്റർ a into u ആണ്. ബട്ട് എക്ക് 2 കൊടുത്താൽ 2u. അതായത് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്റ്റർ അല്ലേ? 2i + 4j + 6k. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു നോക്കിക്കോ. ആദ്യം എന്തായിരുന്നു? ഇത് b ഞാൻ ഹൈഡ് ചെയ്തു. u എന്ന് പറയുന്ന വെക്റ്റർ ഇതായിരുന്നു. നെക്സ്റ്റ് ഞാൻ u ഹൈഡ് ചെയ്ത് b ഓപ്പൺ ചെയ്യുമ്പോൾ ലൈവ് ആക്കുമ്പോൾ അതേ വെക്റ്റർ അല്ലേ? അതേ ഡയറക്ഷനിലുള്ള ഒരു വെക്റ്ററാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഉണ്ടോ? u ലൈവ് ആക്കിയാൽ u b ഒരുമിച്ച് പോകുന്നു അല്ലേ? അതേ ഡയറക്ഷനുള്ള വെക്റ്റർ. അതായത് ഈ 2ന് പകരം ഞാൻ അടുത്ത് 3 കൊടുത്താൽ എന്ത് സംഭവിക്കും? മാഗ്നിറ്റ്യൂഡ് കൂടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ. കണ്ടോ? 3 മേലോട്ട് പോയി. 4 കൊടുത്താൽ വീണ്ടും കൂടി പോകും അല്ലേ? കുറയ്ക്കും തോറും കുറഞ്ഞു താഴോട്ട് വരും. കണ്ടോ? 1 ആകുമ്പോൾ 2 ഒരുപോലെ വന്നു. 2 ആകുമ്പോൾ എന്താണ്? 2u എന്ന് വന്നു. v എന്ന് പറയുന്നത് 2u. അടുത്ത് 3 കൊടുത്താൽ v എന്ന് പറയുന്നത് 3u. ഇതിന്റെ ജോമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ u എന്ന് പറയുന്ന വെക്റ്ററിന് പാരലൽ ആയിരിക്കും. അതായത് u എന്ന വെക്റ്ററിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ ഫോം ചെയ്യാൻ പറഞ്ഞാൽ 5u കൊടുത്താൽ മതി, 3u കൊടുത്താൽ മതി. അതാണ് ഇതിന്റെ ജോമെട്രിക്കൽ ഐഡിയ. അപ്പൊ u എന്ന വെക്റ്ററിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ ആയിരിക്കും എന്ത്? au, വേർ a is a scalar. ഈ ആക്ടിവിറ്റിയിൽ നിന്ന് ഈ ഒരു ഐഡിയ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. Construct the vector u = 4i - 3j + 3k. Construct the unit vector in the direction of vector u. Also construct the vector having magnitude 5 in the direction of u. വെക്റ്റർ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ എക്സസൈസിലെ ഒരു പ്രോബ്ലം ആണിത്. ഇത് ജോമെട്രിക്കലി നമ്മൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്നു. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 7. അപ്പൊ അതിനുവേണ്ടി ആദ്യം കൺസ്ട്രക്ട് ദ വെക്റ്റർ u = 4i - 3j + 3k. ആ സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാം. നമ്മളെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെക്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ സ്കേലാർ കമ്പോണൻസ് 4, -3, വെക്റ്റർ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക. വെക്റ്റർ അപ്പോൾ പോയിന്റ്
ആ പോയിന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ വീണ്ടും ബ്രാക്കറ്റ് കൊടുത്തിട്ട് ആ പോയിന്റ് 4,-3,3 4,-3,3 ദെൻ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആ വെക്റ്റർ കിട്ടി. ദാറ്റ് ഈസ് വെക്റ്റർ യു. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു. ഒരു വെക്റ്ററിന്റെ അതേ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്റ്റർ കാണാനുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എ എന്ന വെക്റ്ററിന്റെ യൂണിറ്റ് അതേ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്റ്റർ എന്താണ്? വെക്റ്റർ എ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. അപ്പൊ യു എന്ന് പറയുന്ന വെക്റ്ററിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ കാണാൻ എന്ത് ചെയ്യണം? വെക്റ്റർ യു ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ മതി. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അടുത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ യു കാണണം. യു എന്ന് പറയുന്ന വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. അതിനുവേണ്ടി ഇവിടെ ഇൻപുട്ട് ബാറിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് യു എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ലാപ്ടോപ്പിൽ ബാക്ക് സ്പേസിന്റെ തൊട്ട് താഴെ ഈ ലൈൻ സംഭവം കാണും. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കണ്ടല്ലോ ഈ ലൈൻ മോഡുലസിന്റെ അബ്സല്യൂട്ട് വാല്യൂ അതിന്റെ സിമ്പിൾ കാണാൻ സാധിക്കും. നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് യു ആണ് വേണ്ടത്. ഓക്കെ, യു. വീണ്ടും ആ സിമ്പിൾ തന്നെ കൊടുക്കുക. ബാക്ക് സ്പേസിന്റെ തൊട്ട് താഴെയുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതി. എൻ്റർ കൊടുക്കുമ്പോൾ മുകളിൽ കാണിച്ച വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കാണാൻ സാധിക്കും. ഈ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5.83. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ പറഞ്ഞു യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ യു എന്ന് പറഞ്ഞാൽ വെക്റ്റർ യു ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അതായത് ഇൻപുട്ട് ബാറിൽ യു ബൈ എ എന്ന് ടൈപ്പ് ചെയ്യുക. യു എന്ന് പറഞ്ഞാൽ വെക്റ്റർ സ്ലാഷ് ബൈ എ മാഗ്നിറ്റ്യൂഡ് ഓഫ് യു. മാഗ്നിറ്റ്യൂഡ് ഓഫ് യു ആണ് ഏത്? എ. അപ്പൊ സ്മോൾ ലെറ്റർ എ. എൻ്റർ ചെയ്യുമ്പോൾ പുതിയൊരു വെക്റ്റർ കിട്ടും. ഈ വെക്റ്റർ വി ആണ് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ യു എന്ന് പറയുന്നത്. ഇതിന്റെ തിയറി മനസ്സിലാക്കിയവർക്ക് പെട്ടെന്ന് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കും. അതിന്റെ പ്രൊസീജിയർ മനസ്സിലാക്കുക. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് അതിലെ തേർഡ് പാർട്ട്, ആൾസോ കൺസ്ട്രക്ട് ദ വെക്റ്റർ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 5 ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു. മാഗ്നിറ്റ്യൂഡ് 5 ആയിട്ടുള്ള ഇതേ ഡയറക്ഷനുള്ള മറ്റൊരു വെക്റ്റർ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി 5v കണ്ടാൽ മതി. ഇത് മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്റ്റർ അല്ലേ? അപ്പോൾ ഇത് യുവിന്റെ അതേ ഡയറക്ഷൻ ആണ്. അപ്പൊ അതേ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 5 ആയിട്ടുള്ള ഒരു വെക്റ്റർ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടാൽ മതി? 5v. ജസ്റ്റ് 5 സ്റ്റാർ കൊടുക്കുക. ദെൻ എന്താണ്? v. എൻ്റർ കൊടുക്കുമ്പോൾ റിക്വയർഡ് വെക്റ്റർ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അത് അതിന്റെ പുറത്ത് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് കാണാൻ സാധിക്കാത്തത്. വേണമെങ്കിൽ ഈ വി ഹൈഡ് ചെയ്യാം. യുവും ഹൈഡ് ചെയ്യുമ്പോൾ 5v എന്ന് പറയുന്ന വെക്റ്റർ കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് വെക്റ്റർ w. ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ 3 പാർട്ടാണ് ഈ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ആദ്യം കൺസ്ട്രക്ട് ദ വെക്റ്റർ യു. അത് വളരെ സിമ്പിൾ ആയിട്ട് വെക്റ്റർ എന്ന് പറഞ്ഞിട്ട് ആ പോയിന്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കിട്ടും. അടുത്ത കൺസ്ട്രക്ട് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു. അതിനുവേണ്ടി യു എന്ന് പറയുന്ന വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. ദെൻ യു ബൈ എ ഇൻപുട്ട് ബാറിൽ കൊടുക്കുക. നെക്സ്റ്റ് തേർഡ് പാർട്ട്, ആ മാഗ്നിറ്റ്യൂഡ് 5 ആയിട്ടുള്ള അതേ ഡയറക്ഷനുള്ള മറ്റൊരു വെക്റ്റർ കാണണം. അതിനുവേണ്ടി 5v ടൈപ്പ് കൊടുത്താൽ മതി ഇൻപുട്ട് ബാറിൽ 5*v. സോ 34.1 എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റിയിൽ 7 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ പബ്ലിക് എക്സാമിനേഷനും ഇതിലേതെങ്കിലും 2-3 പാർട്ട് ഉൾപ്പെടുത്തി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. മറ്റുള്ള ലാബുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ 3D ഗ്രാഫിക്സിലാണ് ഈ ലാബ് ചെയ്യുന്നത് എന്നത് മാത്രമാണ് വ്യത്യാസം. കുട്ടികൾക്ക് ആസ്വാദികരമായ ഒരു ലാബാണ് എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും ഇതിന്റെ തുടർന്നുള്ള 2 ആക്ടിവിറ്റീസുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.